ഇവിടെ SFIയെ സംബന്ധിച്ച് ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസവും കൃത്യമായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തിലെ പൊതുജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന തനി ഗുണ്ടായിസം അരങ്ങേറുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ അങ്ങ് സസ്പെൻഡ് ചെയ്യുമ്പോൾ പൊട്ടിമുളക്കേണ്ട ഒരു സാധനം മാത്രമല്ലല്ലോ. ഇവർ ഈ പറയുന്ന സംഘപരിവാർ വൽക്കരണവും ഗവർണറുടെ RSS അജണ്ടയും ക്യാമ്പസുകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന രീതിയും അത് എങ്ങനെയൊക്കെ ഈ പറഞ്ഞ രീതിയിലേക്കൊക്കെ വഴിതിരിച്ചു വിടുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ മുഖ്യമന്ത്രി വിരുന്നൊരുക്കുമ്പോഴും ബർത്ത്ഡേക്ക് സമ്മാനം കൊടുക്കാൻ വരുമ്പോഴും പൊന്നാട എണീക്കാൻ വരുമ്പോഴും ഗവർണറും ഈ പറഞ്ഞ CPM നേതാവായ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ പറഞ്ഞ ദല്ലാളുമാരുൾപ്പെടെ ചേർന്ന് കേന്ദ്രത്തിൽ പോയി ധനമന്ത്രിക്ക് ഇഡലിയും സാമ്പാറും വിളമ്പുമ്പോഴും ചട്നിയും വിളമ്പുമ്പോഴൊക്കെ ഈ RSS വൽക്കരണവും ഈ പറഞ്ഞ സർവകലാശാലകളിൽ ഇദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന RSS അജണ്ടയൊന്നും എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. എങ്ങനെയാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചട്ടവിരുദ്ധമായ സസ്പെൻഷന്റെ വിഷയത്തിൽ തന്നെ ഇത്രയും അഗ്രസീവായ രീതിയിലേക്ക്, ഇത്രയും ആഭാസകരമായ രീതിയിലേക്ക് ഒരു സമരം SFI നടത്തുന്നതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ആകെ പ്രതിസന്ധിയും അതിൻ്റെ താറുമാറായ അവസ്ഥയും വലിയ പ്രതിഷേധമായി, വലിയ ചോദ്യമായി ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ ഈ സർക്കാരിനെതിരെ പ്രതിഷേധമായി ഉയർന്നു വരുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ അപ്പോഴാണ് ഇവർക്ക് സംഘപരിവാർ വിരുദ്ധ ബോധവും ഈ പറഞ്ഞ RSS അജണ്ടയും ഭാരതാംബ വിവാദവും ഒക്കെ ഏറ്റുപിടിക്കാൻ വേണ്ടി തോന്നിയത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം പൊടിക്കൈകൾ കൊണ്ട് പറഞ്ഞു കെട്ടി അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇവർ ഈ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ എന്താണെന്ന് ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ്, ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളാണ്, ഞങ്ങൾ വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. ഈ പറഞ്ഞ RSS അജണ്ടയ്ക്കെതിരെയും ഈ പറഞ്ഞ ഇതേ CPM ഭരിക്കുന്ന കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂരിൽ ഇതേ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ അംഗീകാരം നൽകി സർവകലാശാലയിൽ RSS നേതാക്കന്മാരുടെ പാഠപുസ്തകം പഠിപ്പിക്കുമ്പോൾ സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഉൾപ്പെടെ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. ആ ആത്മാർത്ഥതയൊന്നും തൽക്കാലം SFI ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. വളരെ കൃത്യമായി ഈ തോന്നിയവാസം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാ അഭിലാഷേ ഇവരുടെ സമരം നടന്നത്? നമ്മളൊക്കെ എത്ര സമരം, കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ എത്ര സമരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് അക്രമങ്ങൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കിക്കൊണ്ട് കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ കണ്ടല്ലോ കേരള സർവകലാശാലയിൽ എങ്ങനെയാണ് വൈസ് ചാൻസലറുടെ ക്യാബിനകത്തേക്ക് ഉൾപ്പെടെ ഇവർ പ്രവേശിക്കുന്നത്, മറ്റ് സർവകലാശാലകളിൽ എന്താ സംഭവിച്ചതെന്ന് ഇപ്പം അവർ ആഗ്രഹപ്പെടുകയാണ്. എന്ത് കേരളത്തിലെ കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ VC വല്ലപ്പോഴാണ് വന്നു പോകുന്നത്. നിങ്ങൾ കണക്കെടുക്കുക. ഏടോ കേരള സർവകലാശാലയിൽ മാത്രമല്ല കേരളത്തിലെ 13-ൽ 12 VCമാരും ഈ പറഞ്ഞ ഇൻചാർജ് ഭരണത്തിലാണ്. വിസിറ്റിംഗ് പ്രൊഫസർമാരെ പോലെയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ VCമാർ പോയിക്കൊണ്ടിരിക്കുക. അതിലൊന്നും നിങ്ങൾക്ക് പരാതിയില്ല. ഈ പറഞ്ഞ കേരളത്തിലെ സർവകലാശാലകളിൽ പ്രിൻസിപ്പാൾ, കേരളത്തിലെ കോളേജുകളിൽ പ്രിൻസിപ്പാളുടെ ചുമതല ഇല്ലാത്തതിനെ സംബന്ധിച്ച് എണ്ണം പറഞ്ഞ കോളേജുകളിലൊന്നും സ്ഥിരം പ്രിൻസിപ്പാൾമാരില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാ ഞങ്ങളുടെ RSS വിരോധം ഇതാ പുറത്തിയാടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി തുള്ളുന്ന രീതിയല്ലാതെ എന്തെങ്കിലും ഒരു തരിമ്പ് ആത്മാർത്ഥത നിങ്ങൾക്ക് ഈ സമരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും വിദ്യാർത്ഥി വിഷയം ഉന്നയിച്ചിട്ടാണ് ഈ സമരം ചെയ്യുന്നത്? ഇവിടെ കീമിന്റെ കാര്യം പറഞ്ഞല്ലോ, മറുപടി പറയും.